ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ചിയ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാം. അപ്പം ഇത് കണ്ടോ, ഇവിടൊക്കെ എൻ്റെ ഈ മുടി ഇങ്ങനെ പറന്ന് കിടക്കുന്നത്. അതേ മുടി കിളിച്ചിങ്ങനെ വരുന്ന പുതിയ ഈ ഇവിടൊക്കെ ഇങ്ങനെ ചെറുതായത് ഇപ്പം കിളിച്ച് ഇത്രത്തോളം. ഇപ്പം ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒതുക്കിയില്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി. ഒത്തിരി പേര് വാട്സപ്പിലും മെസ്സേജ് ഇട്ടു, നല്ലതായത് ചേച്ചി, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. സമയം കിട്ടുമ്പോഴും പൈസയും കൈ വേണം, എന്തായാലും നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെന്താ, പിന്നെ ഇന്നത്തെ വീഡിയോയും കാണുക. പിന്നെന്തുവാ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അനുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവനിങ്ങനെ ജോലി ചെയ്യാൻ വരുന്നില്ല, അവസാന സമയമാണ്. ഞാൻ പറഞ്ഞു 2 ദിവസം കാണുമെന്ന്. അപ്പം ഇന്ന് ഞാൻ നോക്കിയാണെ അവൻ തൂക്കുന്നു. ഞാൻ ചോദിച്ചു, പണക്കൊക്കെ പോയോടി ആൻറ്റി, ഞാൻ ഇന്നലെയും വന്നോണ്ടേ ഞാൻ പറഞ്ഞു ചെയ്യണ്ട. അപ്പം അവൻ്റെ അനിയൻ വന്നെന്ന്. അവൻ വന്ന് ചെയ്തില്ലെങ്കിൽ നീ വേറെ ആളിനെ നിർത്തി പൈസ കൊടുക്കണ്ട, ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യാം. എന്തുവന്ന സംഭവം, അവിടുത്തെ ആരോ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ സൊസൈറ്റിയിൽ ഇപ്പം വാച്ച്മാൻ ഇരിക്കുമ്പം വാച്ച്മാൻ കുടിച്ചാൽ സൊസൈറ്റിക്കാരൊക്കെ വഴക്ക് പറയത്തില്ലേ, വാച്ച്മാൻ കുടിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ആൻറ്റി, ആ ഇത്തിരി പ്രായമുള്ള വാച്ച്മാൻ ഇവനോടൊക്കെ കൂടി അവൻ വെള്ളമാണ് കിട്ടുന്നത് മൊത്തം ഇങ്ങനെ വെള്ളം അടിച്ച് കളയുമെന്ന്. പക്ഷേ ഞങ്ങളുടെ സൊസൈറ്റിയിൽ കാണാൻ വാച്ച്മാൻ കാണാൻ കുടിച്ച് ഇരിക്കുക. അത് 8-ാം നമ്പർ, ഇത് 9-ാം നമ്പർ. സൊസൈറ്റിക്കാരങ്ങനെ ഓട്ടനെ ജോലിയിൽ നിന്ന് മാറ്റും. പക്ഷേ അവൾ ആ പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല. വാച്ച്മാൻ കൂടി ഇരുന്നുള്ള അല്ലെങ്കിൽ അവൻ തന്നെ ആയിരിക്കും കുടിക്കുന്നത്. പിന്നെന്തുവാ, അയ്യോ സത്യം പറഞ്ഞാൽ ഇപ്പം ന്യൂസ് കാണാൻ വയ്യെന്നുള്ള. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു കുഞ്ഞ് നല്ല ജോലിയുള്ള മേക്കന. ഈ പിള്ളേർക്കൊക്കെ എന്തുവാ ദൈവമേ, എല്ലാവരുടെയും പിള്ളേരുടെ മൈൻഡിനെ ആരാ നിയന്ത്രിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇത്രയും പഠിച്ച് ഒരു മോള് നല്ല ഗവൺമെൻറ് ജോബ്, എന്തിനാ കാമുകൻ അവൻ എന്തിനാ ഈ പ്രേമിച്ച് അവൻ പോയെങ്കിൽ പോട്ടെ, ഇങ്ങനെ ആ കൊച്ചിൻ്റെ ജീവൻ പോയി. എല്ലാവരും ഇപ്പം ട്രെയിൻ എന്തോ കഷ്ടകാലമാണുള്ളത്. എന്തൊക്കെ സംഭവമാണ്. തൊടുപുഴയിൽ വേറൊരു സംഭവം കണ്ടില്ലായിരുന്നു. എല്ലാവരും കാണുന്നയാ, ഞാൻ കണ്ടിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്നലെ വെളുത്തുള്ളി അച്ചാറൊക്കെ ഇടണമായിരുന്നു. അതൊക്കെ ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അതിനി സീലൊക്കെ ചെയ്യണം. പോളിന് ഇന്നാളിലൊക്കെ വെളുത്തുള്ളി അച്ചാർ ഇട്ടണേ അത്ര താല്പര്യം. പക്ഷെ ഇന്ന് കൊടുത്തോണ്ടേ തിന്നിട്ട് മമ്മി അങ്ങനെ പറഞ്ഞു. കൊച്ചവൻ പക്ഷേ മോരിൻ്റെ അകത്ത് എല്ലാത്തിലും വെളുത്തുള്ളി, മീനിൻ്റെ അകത്തൊക്കെ വെളുത്തുള്ളി എടുത്ത് തിന്നും. അവനത് കൊടുത്തോണ്ടേ അവന് ഇഷ്ടമായി, അവനും കഴിച്ചു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ വെജിറ്റബിൾ പാറ്റീസ് കൊണ്ടുള്ള ബർഗറാണ് ഉണ്ടാക്കുന്നത്. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നാൾ ചെയ്തതുപോലെ ആ ടൊമാറ്റോയും സവാളയും ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം, അപ്പോൾ പോൾമോൻ ക്ലാസ്സിന് പോയി രാവിലെ, റെയ്ച്ചാൻ രാവിലെ അങ്ങ് പോയി. ഇനി പ്രൈസനെ കൊണ്ടുവിടാൻ ഞാനേ ഉള്ളൂ. അവർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ഇനി പ്രൈസന് ഇനിയിപ്പോൾ ഇത് ബർഗർ കൊടുക്കുന്നില്ല. കാരണം എന്തോ പറ്റിയെന്നോ, ബർഗർ ഇന്നലെ എമർജൻസി വാങ്ങിച്ചോണ്ടേ ഒരു പാക്കറ്റേ ഉള്ളായിരുന്നു, അവിടെ ലാസ്റ്റായിരുന്നു. ഒരെണ്ണത്തിൽ 4 എണ്ണേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ആ ബ്രെഡ് ഇങ്ങനെ ഈ പാറ്റീസ് വെച്ചിട്ട് ടോസ്റ്ററിൽ വെച്ചും ചെയ്തും അതും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്കെടുത്തു, അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നലെ ഞാൻ അനുവിനെ എൻ്റെ പഴയ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ അവളോട് ചോദിച്ചടി, ഈ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി, ഇല്ലെങ്കിൽ ഞാനങ്ങ് കച്ചവടക്കാർ വരുമ്പോൾ അത് ഇട്ടോളാന്ന് പറഞ്ഞു. അവർ വേണ്ട ആൻറ്റി വേണ്ട, എന്നോട് ഞങ്ങളുടെ അയൽവക്കക്കാരെല്ലാം ചോദിക്കും, നീ ഓരോ വീടുകളിൽ പോകുന്നേ ഇല്ലേ, അവർ നിങ്ങൾക്കൊന്നും തരത്തില്ലയോ തുണിയോ അങ്ങനെ വല്ലോ, അങ്ങനെ അവർ അടുത്തുള്ളവർക്കെല്ലാം അവളീ കൊണ്ടുപോകുന്നത് അവൾക്ക് മാത്രമല്ല
ആർക്ക് യൂസ് ചെയ്യും? അവിടെ എല്ലാം ഇഷ്ടംപോലെ പിള്ളേരും പെറുങ്ങണിയും വലിയവരൊക്കെ ഇല്ലേ. അപ്പോൾ ആർക്കാ യൂസ് എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും. അതുപോലെ അപ്പം ഞാൻ പിന്നെ ഈ പ്രൈസിന് നേരത്തെയൊക്കെ 3-4 ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ചിലത് കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ചിലത് ഇഷ്ടം. അങ്ങനെ വാങ്ങിച്ച് ഇപ്പം ഞാൻ പുതിയത് വീണ്ടും അവന് വാങ്ങിച്ചില്ലേ. അപ്പോൾ 2-3 ഉണ്ടായിരുന്നു. അത് ഞാൻ അവൾക്ക് കൊടുത്തു വിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് അവൾക്ക് മോളുണ്ടല്ലേ, അവൾ 8ലാണ് പഠിക്കുന്നത്, കൊച്ചിന് കൊടുത്തു വിടാം, പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ അവൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്ത് അവളത് എന്തായിട്ടാണ് കൊണ്ടുപോയെന്നറിയാമോ? എനിക്ക് ഇപ്പം നമ്മൾ ഈ ഉപയോഗിച്ച ഡ്രസ്സൊക്കെ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേടി നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കച്ചട അവർ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഞാൻ കച്ചടയ്ക്കകത്ത് ഇടത്തില്ല, ഒരു വേറൊരു സെപ്പറേറ്റ് കവറിൻ്റെ അകത്തിട്ട് കെട്ടിയിട്ട് ഇടും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ടെന്നുള്ള ഇതിൽ. കാരണം നമ്മൾ ഡയറക്റ്റ് ഒരാൾക്ക് ചോദിക്കുമ്പം നമുക്കൊരു വല്ലാതെ, വേറൊരാൾ കണ്ടിട്ടത് അവരെടുക്കുവാണെങ്കിൽ വേറൊരു തിങ്കിങ് ഇല്ലേ. അങ്ങനെ അവൾ പറഞ്ഞ് ആൻറ്റി എന്തുണ്ടെങ്കിലും കളയല്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. അപ്പം എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചോദിച്ചോണ്ടേ അവൾ അത് പൊന്നുപോലെ കൊണ്ടുപോയെന്നുള്ളത്. അപ്പം ബർഗറൊക്കെ റെഡിയായി. അതിന് ശേഷം പിന്നെ കൊച്ചനെ കൊണ്ടുവിടാനായിട്ട് അവന് ടിഫിനൊക്കെ ഉണ്ടാക്കി, ഇനി അവനെ കൊണ്ടുപോട്ടെ. അപ്പം ഞാൻ ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയത് ടൊമാറ്റോ ചട്നിക്ക് വേണ്ടി. അപ്പം ഡാഡി എന്നോട് പറഞ്ഞ് പ്രൈസിനെ വേണേൽ ഞാൻ കൊണ്ടുവിടാം. ഞാൻ പറഞ്ഞു വേണ്ട, ഈ ഒന്നാമത് ചൂട് ദൈവമേ, ഞാൻ തന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് തളർന്നു പോയി. അത്രയ്ക്കുള്ള വെയിലെന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള വെയിൽ. പിന്നെ ഡാഡിയെ പറയണോ, ഇത്രയും പ്രായമായ ആൾ അവിടെ വരെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് തളർന്നു പോകും. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ ഇരുന്നാൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന്. ഞാൻ പിന്നെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ജോലികൾ തുടങ്ങിയത്. അച്ഛന് തളർത്തുന്ന ഇത്. അപ്പം ഞാൻ ചാവിയും കൊണ്ടാണ് പോയത്. കാരണം ഡാഡി ഒരു കിടപ്പുണ്ട്, വല്ലതും കഴിച്ചിട്ടൊരു കിടപ്പ്. പിന്നെ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിനി എണീറ്റ് ഞാൻ വന്ന് ബെല്ലടിച്ചാൽ പിന്നെ എണീറ്റ് വന്ന് കതവ് തുറക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ചാവിയും കൊണ്ട് പോയി തന്നെ തുറന്ന് കയറി വരുമായിരുന്നു. പോയിട്ട് വരുമ്പോൾ നമ്മളും ചിന്തിക്കും നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കാതെ നിന്ന്. അപ്പോൾ ഈ കൊച്ചുങ്ങളെ സമ്മതിക്കണം. ഈ കൊച്ചുങ്ങൾ ചൂടത്ത് സ്റ്റാർട്ടിങ് ഇവരുടെ സ്റ്റോപ്പ്. അവർ ഒരു 3/4 മണിക്കൂറിൽ എത്ര മണിക്ക് അവർക്ക് 12:45 സ്കൂള്. അപ്പം 11:30 ആകുമ്പോൾ ഇവിടുന്ന് പോകും. അത്ര നേരം 1 മണിക്കൂറോളം കൊച്ചുങ്ങൾ ഈ ബസ്സിൽ ഈ ചൂടത്ത് കുത്തിയിരിക്കുവാന്നേ. സമ്മതിക്കണം കൊച്ചുങ്ങളെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വെള്ളമൊക്കെ ക്യാനിൽ ഒഴിച്ചു. അത് കഴിഞ്ഞാൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ പിന്നെ കുടിക്കാൻ വെക്കണമായിരുന്നു. പാത്രങ്ങൾ കഴുകാൻ ഇച്ചിയും കൂടെ കിടപ്പുണ്ട്. അപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ വയ്ക്കട്ടെ. ഇപ്പം ചൂടായതുകൊണ്ട് വെള്ളം ശരിക്കും അനത്തണം. എന്നിട്ട് ഞാൻ ഇപ്പം ഫ്രിഡ്ജിലും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് കുടിക്കും. അല്ലാതെ ഈ വെള്ളം തന്നെ കുടിച്ചതായിട്ട് അങ്ങോട്ട് അറിയുന്നില്ല. അതിന് ഞാൻ അന്ന് ഡിമാർട്ടിൽ പോണ ഈ കുഞ്ഞൊരു ഫ്രൈ പാനും വാങ്ങിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തെ ആ സ്റ്റിക്കർ ഇളക്കാനായിട്ട് ഞാൻ ഇത് ബെൻസി ഇന്നാളി കാണിച്ചായിരുന്നു, ഇങ്ങനെ പാത്രത്തിലെ സ്റ്റിക്കർ ഇളക്കുന്ന രീതി. അപ്പോൾ എങ്ങനെ ഇതൊന്നും നമ്മൾ ചൂടാക്കുമ്പം ഈ സ്റ്റിക്കർ അങ്ങ് ചൂടാവുന്നതനുസരിച്ച് തന്നെ ഇളകി വരും. അപ്പം ഞങ്ങളുടെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് അവർ മാനുഫാക്ചർ ഡേറ്റൊക്കെ ഇട്ടിട്ട് വാറൻറ്റി ഡേറ്റ് എഴുതിയിട്ട് റേച്ചാനോട് പറഞ്ഞ് ഇങ്ങനെ ചൂടാക്കുമ്പോൾ അത് വരും. അപ്പോൾ റേച്ചാൻ അത് മനസ്സിലായില്ല. അപ്പോൾ ഇന്നലെ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റേച്ചാൻ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, നീ അതെന്തോലും ചെയ്തോ, അവരെന്നോട് അതെന്നോട് പറഞ്ഞില്ല റേച്ചാൻ അങ്ങനെ ചെയ്യണമെന്ന് അവർ പറഞ്ഞെന്ന്. അവർ പറഞ്ഞ് ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയാൽ മതി, അത് ഇളകി വരുമോയെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് റേച്ചാനെ കാണിച്ചു. റേച്ചാൻ പറഞ്ഞു ആഹാ ഇങ്ങനെ ഇളകി വരുമോ. ഞാനിത് ആക്ച്വലി ബെൻസി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം. അവളിങ്ങനെ വീഡിയോയിൽ ചെയ്യുന്നത് കണ്ട് അതിൽ പിന്നെ ഞാനും എന്തോ കിട്ടിയാലും ഇങ്ങനെ ചെയ്യും. അതൊന്ന് നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാവുന്നുണ്ടെ അത് തനിയെ ഇങ്ങനെ ഇളകി വരുമെന്ന് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു പിഞ്ച് പഞ്ചസാര. ഞാനിപ്പോൾ ടൊമാറ്റോ എടുത്ത പാത്രം ഒന്ന് രാവിലെ കഴുകിയിട്ട് ഈ ടൊമാറ്റോ എടുത്തപ്പം അതൊന്ന് കഴുകിയിട്ട് വെളിയിൽ വെച്ചേക്കുമായിരുന്നു. അതിപ്പോൾ ഒന്ന് ഉണങ്ങി. അപ്പം ബാക്കി ടൊമാറ്റോ എടുത്ത് ഇതിലിട്ടതാണ്. കാബേജ് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലെക്സ് എനിക്ക് ഒന്ന് തട്ടിയിടട്ടെ.
അപ്പോൾ ഞാൻ ഇന്നലെ കോൺഫ്ലെക്സിൻ്റെ കൂടെ വേറെണ്ണം 0% ഷുഗർ ആണെന്ന് എഴുതി. അതിൻ്റെ 400 ഗ്രാമിന് ഞാൻ അന്ന് പറഞ്ഞത് 100 രൂപയെന്നാണ്. 100 രൂപയല്ല, പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത് അത് 400 ഗ്രാമിന് 395 അത് എഴുതിയേക്കുന്നേ. അവർ ഡിമാർട്ടുകാർ ഡിസ്കൗണ്ട് ചെയ്ത് 195 കിട്ടി. ഞാൻ സിപ്ലോക്ക് ഇട്ട് വെക്കാൻ, പക്ഷേ ഞാൻ ഡബ്ബയിലിട്ട് വെക്കുക. ഇതിൽ നമ്മുടെ പംകിൻ സീഡും ഒക്കെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. ഇത് ചെറിയ പാക്കറ്റാണ്, ഞാൻ സിബ് ഇട്ട് വെക്കാം. ഞാനവിടെ ഈ കാബേജിൻ്റെ സ്മെല്ല്, കാബേജ് കോളിഫ്ലവർ എടുത്താൽ പിന്നെ വീട് മൊത്തം സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ അത് വേസ്റ്റ് ഡസ്റ്റ്ബിൻ്റെ അകത്ത് ആ കാബേജിൻ്റെ എന്തെങ്കിലും നമ്മൾ ഈ മേളൊക്കെ പൊളിച്ച് 1-2 തൊലി പൊളിച്ച് മാറ്റത്തില്ലേ, അതിൻ്റെ വേസ്റ്റ് അങ്ങോട്ട് ഇടുവാണെങ്കിൽ അത് തുറക്കുമ്പോൾ മൊത്തം ആ സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാൻ അത് അരിഞ്ഞിട്ട് അവിടെ സ്മെല്ലായതുകൊണ്ട് ഞാൻ ഒരു പീസ് ബ്രെഡ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ടാൽ അത് നല്ല ഓട്ടോമാറ്റിക് പോലെ അതിൻ്റെ സ്മെല്ലങ്ങ് നിൽക്കും. നമ്മൾ ഈ ബ്രെഡ് പീസ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സ്മെല്ലല്ല എങ്ങനെ എന്താ അതിൻ്റെ ടെക്നിക്കൊന്നും എനിക്കറിയത്തില്ല. ബ്രെഡ് പീസ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ സ്മെല്ല് പോവും. ഞാൻ ഒരു കാര്യം ഇൻട്രോയിൽ പറയാൻ മറന്നുപോയി. എനിക്ക് 2-3 പേര് പറഞ്ഞ് ക്രാബ് ഞണ്ട് നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് വെക്കാനും അറിയത്തില്ല. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം, പക്ഷേ ഇതുവരെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കാനും ഇത് പോളിന്നാളി എന്തോ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, മമ്മി ക്രാബ് വാങ്ങിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു, നീ തിന്നുമോ? ഇവന്മാരൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. പിന്നെ അവസാനം ഇല്ലാത്ത ഭയങ്കര വിലയും കൊടുത്ത്, നല്ല വിലയുമാണ് അതിന്. വിലയും കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിച്ചില്ലെങ്കിൽ വെറുതെ ഇതാവത്തില്ലേ. അതുകൊണ്ടാണ് പലരും പറഞ്ഞ് നല്ല ടേസ്റ്റാണെന്നൊക്കെ. പക്ഷേ അത് ഭയങ്കര കാൽഷ്യമാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ കഴിഞ്ഞ് വൈകിട്ട് ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി. ഇത് വൈകിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചാൽ ഈ മൊബൈൽ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ലൈറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. ഇപ്പം സമയം ഒരു 5-5:30. അപ്പോൾ ഇരുട്ടാന്ന് തോന്നും. അപ്പം ലൈറ്റിങ് ഇങ്ങനെ ആ ഒഴിക്കുന്നതനുസരിച്ച് മൊബൈലൊന്ന് മാറ്റിയുടനെ കളർ വന്നു. ആ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു. എളുപ്പത്തിന് ചെയ്തതാണ്. മൊബൈലിലും നോക്കണമായിരുന്നു, ചായയിലും നോക്കണമായിരുന്നു. അങ്ങനെ ചായയൊക്കെ തറയിൽ പോയി. എളുപ്പ പരിപാടിക്ക് പോയതാണ്. അപ്പം നല്ല സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കി കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.